ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളുടെ തൊഴിലിടവുമായി ബന്ധപ്പെട്ട ജോലിസ്ഥലത്തെ പ്രയാസങ്ങൾക്ക് കർത്താവ് ഒരു ഉത്തരം തരാൻ പോവുകയാണ്. നിങ്ങളുടെ കഷ്ടപ്പാടിന് ദൈവം ഒരു പരിഹാരം തരും. കുറേ നാളുകളായിട്ട് വളരെ മനസ്സ് നേറി സ്വന്തം തൊഴിലിടത്തിൽ ഭാരപ്പെടുന്നവരോടെല്ലാം നിങ്ങളുടെ കഠിനമായിരിക്കുന്ന ജീവിത പ്രാരാബ്ധത്തെ നോക്കിയാണ് കർത്താവ് ഇന്ന് രാവിലെ സംസാരിക്കാൻ എനിക്ക് ദൂത് തന്നിരിക്കുന്നത്. അവിടെ ദൈവം ഒരു വിടുതൽ തരാൻ പോവുകയാണ്. ഒരുപക്ഷെ വളരെ ശാരീരികമായിട്ട് കഷ്ടപ്പെടുന്ന ജോലിയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇരുന്നുകൊണ്ടുള്ള ഒരു ഓഫീസ് ജോബായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബായിരിക്കാം. നിങ്ങൾ എത്രത്തോളം ആ സ്ഥലത്ത് ഈ ദിനങ്ങളിൽ കഠിനമായി പ്രയാസപ്പെടുന്നുണ്ടോ, ആ പ്രയാസത്തിനാണ് ദൈവം ഉത്തരം തരാൻ പോകുന്നത്. കർത്താവായ യേശു നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രവർത്തന മേഖലകളിലേക്ക് വാസ്തവമായി കടന്നു വരുന്ന ഒരു അനുഗ്രഹീത ദിവസമാണിത്. അവിടെ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് ഇന്നു പകൽ കാണാൻ കഴിയും. നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നുമേ കിട്ടിയില്ല. എന്നാൽ അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാമെന്നൊരു വാക്ക് പത്രോസിന് പറയാൻ സാധിച്ചത് താൻ ജോലി ചെയ്ത സ്ഥലത്ത് ദൈവം വന്നതിനാലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അധ്വാനത്തിനപ്പുറത്തുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വിടുതൽ നിങ്ങളുടെ മാനേജ്മെൻറ്റ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടം, അവിടെ ഇന്ന് വരെ നിങ്ങളിൽ നിന്നും അവർക്ക് കിട്ടാത്ത ഒരു വലിയ റിസൾട്ട് കർത്താവായ യേശുവിൻ്റെ ഇടപെടൽ നിമിത്തം ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾക്ക് മൂല്യം അവരിടും, നിങ്ങൾക്ക് മാന്യത തരും, നിങ്ങൾക്ക് ബഹുമാനം തരും. നിങ്ങളുടെ പ്രവർത്തനത്തെ അംഗീകരിക്കാതിരിക്കാൻ ഇനി അവർക്ക് കഴിയുകയില്ല. ആ രീതിയിൽ ദൈവം നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും ജോലി സ്ഥലങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടും ഒരു വലിയ പ്രവൃത്തിയും അനുഗ്രഹവും ഇന്ന് രാവിലെ ചൊരിയാൻ പോവുകയാണ്. ശക്തമായ ഈ ദൈവാലോചനയുടെ നടുവിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ മാറ്റം ദൈവം ചെയ്യുന്നത് ഞാൻ കാണുന്നു. പ്രാർത്ഥനയോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ വലിയ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളതായ വചനങ്ങളിൽ നിന്നുള്ള ഒരു വേദഭാഗമാണ് ഞാൻ പ്രാരംഭമായി നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിച്ചത്. കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങളായി ഒരു സഹോദരിയുടെ ഓഫീസ് മേഖലയിൽ അവർ അനുഭവിക്കുന്ന വലിയൊരു പ്രയാസത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് സഹായിക്കുകയായിരുന്നു. ഒരിക്കലും എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ ആ ജോലി റിസൈൻ ചെയ്ത് മടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് പാസ്റ്ററെ. എനിക്ക് പാസ്റ്റർ പ്രാർത്ഥിച്ചൊരു ഉത്തരം തരാമോ എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഇപ്പോൾ അവിടെ നേരിടുന്ന ഒരു യുദ്ധസമാനമായ സാഹചര്യമുണ്ട്, അതിൻ്റെ പുറകിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, അതിനെ നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പെനിക്ക് കർത്താവിൽ നിന്ന് കിട്ടി. എന്നാലും ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ അത് ജോലി വിടണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം, അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ ഒരു 9:30 ആയപ്പോൾ ആ മകൾക്ക് തൻ്റെ ജോലി സ്ഥലത്തെ ആ പ്രോബ്ലം തീർന്ന് താൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഉത്തരം അവിടുന്ന് ലഭിക്കുന്ന നിലയിൽ ഒരു മെയിൽ കിട്ടി. ആ പ്രാർത്ഥനയ്ക്ക് ദൈവകൃപയാൽ മറുപടിയായി. ചില യുദ്ധങ്ങൾ നാം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് നേരെ ഉണ്ടായി വരും. അതൊന്നും നാം വർക്ക് ചെയ്യാത്തതിനാലായിരിക്കത്തില്ല, എന്നാൽ പലരുടെയും മനസ്സിനകത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളോട് രോഷം, ഒരു വല്ലാത്ത എതിർപ്പ് ഉണ്ടാകുക സ്വാഭാവികമാണ്. എങ്ങനെയും നമ്മളെ അവിടുന്ന് നീക്കിയിട്ട് ആ തൽസ്ഥാനം കരഗതമാക്കണമെന്നുള്ള അതിനകത്തെ ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ടും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേഖലയോളം ഉയർന്നു വരാൻ മറ്റൊരാൾക്ക് സാധിക്കാത്തതിൻ്റെ പേരിലുമായിരിക്കും പലപ്പോഴും നമുക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളോട് പറയുന്നു, ഭാരപ്പെടേണ്ട, നിനക്ക് അനുകൂലമായിരിക്കുന്ന ഉത്തരങ്ങൾ ലഭിക്കുന്ന വിധം എൻ്റെ കരം നിന്നെ താങ്ങും, നിൻ്റെ യുദ്ധത്തെ ഞാൻ നിർത്തലാക്കും. ഭൂമിയുടെ അറ്റം മുതൽ അറ്റം വരെ ഈ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന കർത്താവ് അതീവ കഷ്ടപ്പാടും വലിയ മാനസിക സംഘർഷവും നേരിടുന്ന നിങ്ങളുടെ ജോലി മേഖലയുടെ അകത്തേക്ക് ഇന്ന് തൻ്റെ ആശ്വാസത്തിൻ്റെ മഴയെ പെയ്യിക്കും. ഒരു വിടുതൽ ഇന്ന് നിങ്ങൾക്ക് കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ചിലരുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒപ്പം ഇരുന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ വയ്യാത്ത നിലയിലുള്ള എന്തോ ഒരു നെഗറ്റിവിറ്റിയുടെ അവസ്ഥ പലരെയും ബാധിക്കുന്നൊരു പ്രോബ്ലമാണ്. എന്നോട് ഈ ഒരു പ്രശ്നം ഒരുപാട് പേർ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോൾ സ്നേഹമാണ്, കാര്യങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, സഹപ്രവർത്തകരാണ്. പക്ഷേ ഫസ്റ്റ് എനിക്ക് ആ ടീമിനകത്ത് ഈ വ്യക്തി ഇന്നയാളുമായിട്ട് ചേർന്ന് അവരതിനകത്തുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കുളമായി പോകും, എനിക്കൊരിക്കലും ഇത് വിജയിപ്പിക്കാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യമുണ്ട്.
പ്രിയപ്പെട്ടവരെ, അവരിൽ നിന്നും വ്യാപരിക്കുന്നത് നിങ്ങളെ തളർത്തുന്നൊരു ശക്തമായ പ്രതിരോധമാണ്. ഇന്ന് അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് നേരെ ഉടലെടുക്കുന്ന, അവർ പോലും അറിയാതെ നിങ്ങളെ അസ്വാരസ്യപ്പെടുത്തി നിങ്ങളുടെ പെർഫോമൻസിനെ താഴ്ത്തിക്കളയാൻ, നിങ്ങളുടെ വിജയത്തെ ഒന്നുമല്ലാതാക്കാൻ എത്ര കഠിനമായി പരിശ്രമിച്ചാലും നിങ്ങളും മറ്റുള്ളവരെ പോലെ എങ്ങും എത്താത്ത ഒരു വല്ലാത്ത അവസ്ഥയിൽ, എന്നും ശകാരങ്ങൾ കേൾക്കുന്ന നിലയിൽ ഒരു വിധത്തിലുള്ളതായ പുരോഗതിയുമില്ലാതെ തളർന്നു കിടക്കത്തക്ക വിധം നിങ്ങളെ ഒതുക്കുന്ന ഒരു വൈബ് അവരിൽ നിന്ന് ഉണ്ടായി വരുന്നുണ്ട്. അതിന് നേരെ ശക്തമായ ഒരു പ്രാർത്ഥനയുടെ പ്രതിരോധം നിങ്ങൾ സൃഷ്ടിക്കണം. സത്യത്തിൽ നമ്മൾ ചില വസ്തുക്കളൊക്കെ കടയിലൊക്കെ പോയി മേടിക്കുന്ന സമയത്ത് അല്പം നിലവാരമുള്ളതാണെങ്കിൽ, അത് ഒരു പേനയാണെങ്കിൽ പോലും അതൊരു പ്രത്യേക പാക്കറ്റിനകത്താണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കത് പെട്ടെന്ന് തുറന്ന് തെളിയുമെന്നൊന്നും വരച്ചു നോക്കാനൊന്നും പറ്റത്തില്ല. എന്നാൽ 5 രൂപയ്ക്കും 2 രൂപയ്ക്കും 10 രൂപയ്ക്കൊക്കെ കിട്ടുന്ന പേനകൾ സുലഭമായിട്ടൊരു പാത്രത്തിലിട്ട് വെച്ചേക്കായിരിക്കും. അതെടുക്കാം, അവിടെ ഇവിടെ നമുക്ക് തെളിയുമെന്ന് നോക്കാം. പക്ഷേ നിലവാരമുള്ളതിനെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം പെട്ടെന്ന് ഒരാൾക്ക് അതിനകത്തോട്ട് ആക്സസ് കിട്ടത്തില്ല. ഈ നിലയിൽ അവർക്ക് അവരിൽ തന്നെ, അല്ലെങ്കിൽ ആ വസ്തുവിന് അതിൽ തന്നെ ഒരു കവറിങ് ഉള്ളതുപോലെ നിങ്ങൾ കവർ ചെയ്ത് വിട്ട് വേണം അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ ജോലിക്കോ സഹപ്രവർത്തനത്തിനോ ഇറങ്ങിപ്പുറപ്പെടാൻ. പലപ്പോഴും നമ്മുടെ ഒപ്പം നിൽക്കുന്നവരിൽ നിന്നും നമ്മുടെ നേരെ ശക്തമായ പ്രതിരോധത്തിൻ്റെ തിരകൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ കൂടെ വളർച്ചയെ അത് ഇല്ലാതാക്കുന്ന നിലയിലുള്ള ഒരു പ്രശ്നം നമുക്ക് പലപ്പോഴും ഉണ്ടാകും. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ തൊട്ടപ്പുറത്ത് ബിസിനസ് ചെയ്യുന്ന ഒരാൾ, നിങ്ങൾ വിൽക്കുന്ന സാധനമല്ല വിൽക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് വിരോധമായി ആ കടയിൽ നിന്നും ഒരു ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ബിസിനസ് രംഗത്ത് നിൽക്കുന്ന പലർക്കും അനുഭവം ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് നമ്മളുടെ സ്ഥാപനത്തെയും നമ്മളുടെ വിപണന മേഖലകളെയും ഒരു പ്രയാസത്തിൽ അകപ്പെടാതെ അതിനെ സുരക്ഷിതമായി നിർത്താൻ കഴിയണമെങ്കിൽ നമുക്കൊരു ബൗണ്ടറി നമ്മൾ ഉണ്ടാക്കിയേ മതിയാകുകയുള്ളൂ. പലപ്പോഴും ഇവരിൽ നിന്നും കയറി വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് അനുഭവിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. അവർ വരുമ്പോഴേ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാകും. അതിൻ്റെ അർത്ഥം ഈ ഒരു പ്രതിരോധം നമ്മൾ ഉണ്ടാക്കേണ്ടത് ആത്മമണ്ഡലത്തിലാണ്. നാം നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ ജോലി സ്ഥലത്തേക്കും നമ്മുടെ വ്യാപാര സ്ഥാപനത്തിലേക്കും നമ്മളുടെ വിദ്യാലയത്തിലേക്കും ഒക്കെ പോകുന്നതിന് മുൻപ് നമ്മൾ ഒരു മുൻകൂർ പ്രാർത്ഥന സജ്ജമാക്കുക. കർത്താവേ, ഞാൻ എന്നെ അങ്ങയുടെ പരിപാലനത്താൽ പൊതിയപ്പെടാനായി പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. എന്നിട്ട് യേശുവിൻ്റെ രക്തം കൊണ്ട് നിങ്ങളെ തന്നെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുക. ഞാൻ ഇതിനോടകം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യേശുവിൻ്റെ രക്തം എന്ന് പറയുന്നത് ഒരു ഭൗതിക വസ്തുവായിട്ടല്ല ഈ കാലഘട്ടത്തിൽ അത് പ്രവർത്തിക്കുന്നത്. പകരം അതൊരു സ്പിരിച്വൽ എനർജിയാണ്, ഒരാത്മീകമായ ശക്തിയാണത്. അപ്പോൾ ഈ ആത്മീക ശക്തി എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രക്തത്താൽ ഞാൻ മൂടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉപദ്രവകരമായിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളെ തൊടാത്ത വിധം അതിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈൻ കവറേജ് നിങ്ങളുടെ ചുറ്റും ഓട്ടോമാറ്റിക്കലി ഫോം ചെയ്യപ്പെടുകയാണ് ആ പ്രാർത്ഥന നടത്തുമ്പോൾ. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ യേശുവിൻ്റെ രക്തത്തിൽ മറയ്ക്കുന്നു എന്നൊരു അമ്മ പ്രാർത്ഥിച്ചാൽ, ഒരു അപ്പൻ പ്രാർത്ഥിച്ചാൽ, ആ കുഞ്ഞിൻ്റെ മേൽ ഇങ്ങനെയുള്ളൊരു കവറപ്പാണ് ഇറങ്ങി വരുന്നത്. എൻ്റെ ഭവനത്തെ ഞാൻ മറയ്ക്കുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ 100 കണക്കിന് ദോഷങ്ങളിൽ നിന്നും ഒരു വീടങ്ങ് മറയ്ക്കപ്പെടുകയാണ്. നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം, ഇപ്പോൾ മഞ്ഞ് വളരെ കൂടുതലാണ്. അപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം മഞ്ഞുവീഴ്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ മൂടൽമഞ്ഞാണ് കൂടുതലുള്ളത്. ഈ മൂടൽമഞ്ഞിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ളത് പലപ്പോഴും കാണാൻ കഴിയത്തില്ല, വ്യക്തത ഉണ്ടാകുകയില്ല. കേരളത്തിൻ്റെ ഹൈ റേഞ്ച് സ്ഥലങ്ങളിലേക്കൊക്കെ ഇപ്പോൾ വാഹനവുമായിട്ട് പോയാൽ തിരിച്ച് വണ്ടിയുമായിട്ട് ഇറങ്ങി വരാൻ ഭയങ്കര പ്രയാസമാണ്. അതിൻ്റെ കാരണം കോടമഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന നേരമാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോട് തന്നെ ഏത് ഗിയറിൽ വാഹനം കയറിപ്പോകുന്നു അതേ ഗിയറിൽ തന്നെ ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ അന്തരീക്ഷം അവിടെ ശക്തമായി നിൽക്കുന്നതിനാലാണ് വേഗതയിൽ പലതിനും മുന്നോട്ട് പോകാൻ കഴിയാതെ സൂക്ഷ്മതയോടെ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. യേശുവിൻ്റെ രക്തം ഈ മഞ്ഞുകൊണ്ട് മറയപ്പെട്ട ഒരു ഭൂപ്രകൃതി പോലെയാണ് ഒരു ദൈവപതിനെ പൊതിയുന്നത്. നിങ്ങളുടെ വ്യക്തിത്വത്തെ, നിങ്ങളുടെ ഫലങ്ങളെ, നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ എല്ലാ രീതിയിലുമുള്ള റിസൾട്ടുകളെ, നിങ്ങളുടെ പ്രോഫിറ്റുകളെ യേശുവിൻ്റെ രക്തത്തിൻ്റെ അനുഗ്രഹം കവർ ചെയ്ത് പിടിച്ചാൽ അതിനകത്തേക്ക് നാശത്തിൻ്റെ ശക്തികൾക്ക് പെട്ടെന്ന് കയറി വരാൻ കഴിയത്തില്ല. അത് നോക്കിയാൽ അതിന് കാണാൻ കഴിയാത്ത വിധം നിങ്ങളുടെ മേലൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ കവറപ്പായി കിടക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഈ ദിനങ്ങളിൽ തുറന്നു വെക്കാതെ ഒരു കവറപ്പിനകത്ത് നമ്മളെ തന്നെ ഒന്നും ഹൈഡ് ചെയ്യാൻ തയ്യാറാകാം.
യേശുവിൻ്റെ നാമത്താൽ നമുക്ക് നമ്മളെ പൊതിയാം. യേശുവിൻ്റെ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഒരു ജോലി സ്ഥലത്തേക്ക് ഒരു നിശ്ചിത വചനം വായിച്ചിട്ട് പോകാൻ ഞാൻ പലരോടും ആവശ്യപ്പെടാറുണ്ട്. ഒരു വ്യാപാര സ്ഥാപനം തുറക്കുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് വായിക്കേണ്ട ചില വേദഭാഗങ്ങളുണ്ട്. ഇത് വായിക്കുന്നതിനാലുള്ള ഗുണം എന്താണ്? ഒരു കട തുറക്കുമ്പോൾ ഒരു വചനം ഉരുവിട്ടാണ് ഒരു മനുഷ്യൻ ഒരു കട തുറക്കുന്നതെങ്കിൽ, ഒരു വിദ്യാലയത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് വാഹനത്തിലോ നടന്നോ ഒരു വിദ്യാർത്ഥി കയറുമ്പോൾ ഒരു ദൈവവചനം പറഞ്ഞാണ് കയറുന്നതെങ്കിൽ ആ കുഞ്ഞിൻ്റെ മേൽ വ്യാപരിക്കുന്ന സ്പിരിച്വൽ എനർജി വേറൊന്നായിരിക്കും, ശക്തമായിരിക്കും. സാധാരണ മാനസിക തലങ്ങളിലുള്ള ഒരു ശക്തി വൈഭവങ്ങൾക്കപ്പുറത്ത് അസാധാരണമായ ഒരു സൂപ്പർ നാച്ചുറൽ സപ്പോർട്ട് അവർക്ക് ലഭിക്കുന്നത് പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. വിദ്യാലയത്തിൽ പരീക്ഷയ്ക്കായിട്ട് പോകുന്ന നേരം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിക്കും പ്രാർത്ഥിച്ചയക്കും. നമ്മൾക്ക് ആ ദിവസങ്ങൾ വളരെ ഗൗരവം നമ്മൾ കാണിക്കും. എന്തുകൊണ്ട് സാധാരണ പഠന ദിനങ്ങളിൽ ഇത് കാണിക്കുന്നില്ല? സാധാരണ അധ്യയന ദിനങ്ങളിലൂടെ ഇത് കാണിച്ചാൽ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെയൊക്കെ മക്കളുടെ കാര്യങ്ങളിലുണ്ടാകും. ഒരു ക്രൈസിസ് വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന തീഷ്ണത എന്തുകൊണ്ട് ഒരു സാധാരണ നിലയിൽ ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ഒരു വിഷയത്തിൻ്റെ മേൽ വിടുതലിനായി നമ്മൾ പരിശ്രമിക്കുന്നില്ല? അതുകൊണ്ട് അല്പം കൂടെ തീഷ്ണതയോടും അല്പം കൂടെ ജാഗ്രതയോടും കൂടെ നിങ്ങളുടെ കാര്യങ്ങൾക്കകത്ത് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുമുള്ള എല്ലാ സംവിധാനങ്ങളെയും ഉൾപ്പെടുത്താൻ തീരുമാനിക്കണം. കർത്താവ് നമ്മുടെ അരികിൽ തന്നെയുണ്ട്. നമ്മുടെ അരികിൽ നിൽക്കുന്ന കർത്താവിൻ്റെ സഹായത്തെ ഏതെല്ലാം കാര്യങ്ങളിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? കർത്താവെ ഞാനൊന്നുമില്ല, എല്ലാം ചെയ്യണമെന്ന് പറയുന്നതല്ല ഞാൻ ഈ പറയുന്നത്. അത്തരം സമർപ്പണം വേണ്ടെന്നുള്ളതല്ല. പകരം എവിടെയെല്ലാം എനിക്ക് ദൈവവചനത്തിൻ്റെ സഹായം തേടാൻ പറ്റും, എവിടെയെല്ലാം എനിക്ക് എൻ്റെ മേൽ ദൈവം പകർന്ന അഭിഷേകത്തിൻ്റെ സഹായം തേടാൻ പറ്റും, എനിക്ക് വേണ്ടി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ഒരു പ്രാർത്ഥനാ സഹായം എനിക്ക് എൻ്റെ ഏത് മേഖലയിൽ എനിക്ക് റൂട്ട് ചെയ്യാൻ പറ്റും, ഇതിനെക്കുറിച്ചൊരു ജാഗ്രത പുലർത്തി ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖല എന്ന് പറയുന്നത് പിടിച്ചാൽ കിട്ടാത്തൊരു തലത്തിലേക്ക് പെട്ടെന്ന് തന്നെ കുതിച്ചു കയറുന്ന കാഴ്ച കാണാൻ കഴിയും. കാരണം അലസമായി തുറന്നിട്ട വാതിലിലൂടെ അകമേ കള്ളൻ കയറിയെന്ന് കവി പറഞ്ഞതുപോലെ വെറുതെ ശ്രദ്ധയില്ലാതെ പലതും തുറന്നു വെക്കുന്ന ഇടത്തേക്ക് പലതും പാഞ്ഞു കയറി വരും. പാടില്ല. ഒരതിര് നമുക്കുണ്ടായിരിക്കണമെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയട്ടെ. കഴിഞ്ഞ ഒരു 3-4 ആഴ്ചകൾക്ക് പുറകിൽ ഒരു സ്ഥാപനം നടത്തുന്ന ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. അദ്ദേഹം വളരെ നല്ല നിലയിൽ ഒരു 15 പേരുള്ളതായ ഒരു നല്ല സ്ഥാപനം ഓപ്പൺ ചെയ്തു മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം, ഈ സ്റ്റാഫുകൾ തമ്മിൽ ഭയങ്കര ഈർഷ്യയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരാൾക്കൊരാളെ ഇഷ്ടമല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന ടീം ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. അന്ന് ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മാനേജരായിട്ട് ഞാൻ ഒരാളെ കൊണ്ടുവന്ന് നിർത്തി. അയാളിതിനകത്ത് കുറച്ച് തിരിമറികൾ കാണിക്കാൻ ശ്രമിക്കുന്ന വേള വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. ഇദ്ദേഹം പോയതോടുകൂടെ അവിടെ എനിക്ക് വളരെ വിശ്വസ്തന്മാരായിരുന്ന 1-2 പേര് റിസൈൻ ചെയ്തു പോകാൻ തയ്യാറായി. ചുരുക്കത്തിൽ അയാളുടെ ഒരു കളിയായിരുന്നു അവിടെ നടന്നത്. അങ്ങനെ അത് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ആകമാനം കാര്യങ്ങളെല്ലാം ഒന്ന് കുഴയുന്നത് പോലെ പുള്ളിക്ക് തോന്നി. പെട്ടെന്നൊരു റിക്രൂട്ട്മെൻറ്റ് നടത്തി കാര്യങ്ങൾക്കകത്തേക്ക് കയറി വന്ന പുതിയ ആൾക്കാരൊന്ന് ഇഴകിച്ചേർന്ന് വരാൻ കുറേയധികം സമയമെടുത്തു. എന്നിട്ടും അത് ശരിയായിട്ടില്ല. പിന്നെ വന്നവരൊന്നും അങ്ങനെ ഒട്ടും മാച്ചായിട്ടില്ല പാസ്റ്ററെ. ആകെ എനിക്കിപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനൊരു താല്പര്യവുമില്ല. നേരം വെളുത്ത് ഞാൻ ഒരുങ്ങിയാലും എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തോന്നില്ല. ഞാൻ ആ ഹാളിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. ഭയങ്കര പ്രയാസമാണ്. വൈഫ് എന്നെ കണ്ടുപോകാനും നിർബന്ധിക്കും, പോകുക എന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്ക് പോകാനൊരു മൈൻഡില്ല. കാരണം അവിടെ ചെന്ന് കയറിയാൽ ആകമാനം ഒരു ഡൾ ഫീൽ എനിക്ക് കിട്ടുന്ന, ഒട്ടും അങ്ങോട്ട് കാര്യങ്ങൾക്കകത്തൊരു എനർജറ്റിക്കായിട്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും തന്നെ പറ്റുന്നില്ല. ആരെങ്കിലും ക്യാബിനിലേക്ക് കയറി വന്നാൽ അവരോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ്. ഈ ഒരു അംഗങ്ങൾ തമ്മിൽ ഈർഷ്യ ഉണ്ടാകുന്നതും ഇവർക്ക് പരസ്പരം ഒരു പുച്ഛ മനോഭാവം ഉണ്ടാകുന്നതിൻ്റെ എല്ലാം പുറകിൽ ശക്തമായിരിക്കുന്ന ഒരു എതിർ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഈ മനുഷ്യനോട് വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിനെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഇത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ഈ സ്ഥാപനത്തിൻ്റെ പുറകിൽ ചില സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഈ വ്യക്തികൾ തമ്മിൽ, ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ അനാവശ്യമായ ചില കൂട്ടുകെട്ടുകളുണ്ട്. ഈ കൂട്ടുകെട്ടുകളുടെ ഇടയിൽ ഉടലെടുക്കുന്ന ചില വല്ലാത്ത സംസാരങ്ങൾ പലരെയും, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പലരെയും അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ഒരാൾക്ക് നേരെ മറ്റൊരാളെ കൂട്ടി ഒരു വാക്കേറ്റം ഉണ്ടാകുന്ന നിലയിലേക്ക് ഒരു സൈലൻറ്റ് വാർഫെയർ അവരവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു നിലയ്ക്കൊരു മാറ്റം വരുത്തുക. ഈ ഒരു പരിഹാസത്തിൻ്റെ ഇരിപ്പിടം ആ സ്ഥാപനത്തിനകത്തു നിന്നും അതിൻ്റെ കൈയും കാലും ഒടിച്ചു കളയാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ തൻ്റെ പ്രോട്ടോകോൾ എന്തൊക്കെയാണെന്നുള്ളത് പുതുതായിട്ട് രൂപപ്പെടുത്തി. ഇനി ഇതിനകത്ത് ഇങ്ങനെയുള്ളതായ യാതൊരു കാര്യങ്ങളും അനുവദനീയമല്ല എന്ന് പറഞ്ഞ് പുതിയൊരു തലത്തിലേക്ക് ഈ കാര്യങ്ങളെ ഒന്ന് എത്തിച്ചു.
ഏകദേശം ഒരു 40% പ്രശ്നങ്ങളോടെ പരിഹരിക്കപ്പെടുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു സ്ഥാപനത്തിലോ ഒരു ജോലി സ്ഥലത്തോ ഒക്കെ ആയിരിക്കുമ്പോൾ അനാവശ്യമായിരിക്കുന്ന പലരുടെയും സൗഹൃദങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കയറി വരും. അത് നമ്മളെ ഒരു ആപത്തിൽ സഹായിക്കാനല്ല, പകരം നമ്മൾ നിലനിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ അകത്ത് ഒരു തകർച്ച ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ അവരുടെ കൂടെ കൂട്ടുന്ന, അവരുടെ യൂണിയൻ വലുതാക്കാൻ, അവരുടെ ആ ഒരു സംഘടിത ശക്തിക്ക് ആക്കം കൂട്ടാൻ നമ്മൾ പോലും അറിയാതെ നമ്മളെയും കൂടെ കരുവാക്കുന്നൊരു പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വായിൽ നിന്ന് നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് കൃത്യ എണ്ണം വേണം. നിങ്ങൾ എന്തെല്ലാം കേൾക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ടും ആ സ്ഥാപനത്തിൻ്റെ, അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ നിലയ്ക്ക് കോട്ടം വരുത്തുന്ന നിലയിലുള്ളതാണോ എന്ന് സ്വയം പരിശോധിക്കണം. അങ്ങനെ സ്വയം ഒന്ന് നിങ്ങളെ തന്നെ രണ്ടാം നിലയിൽ മനുഷ്യരുടെ ഇടപെടലിൻ്റെ രീതിയിൽ നിങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടെ നിങ്ങൾ തയ്യാറായാൽ, ഒന്ന് സ്പിരിച്വലി കവേർഡ് ആയാൽ, രണ്ട് ഈ സംസാരങ്ങളുടെ ഇടയിൽ, ആശയവിനിമയങ്ങളുടെ ഇടയിൽ ഉടലെടുക്കുന്ന വാഗ്ധോരണികൾക്കിടയിൽ നിന്നും സ്വയം നിങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടെ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് അവിടെ നേരിടേണ്ടതായിട്ട് വരത്തില്ല. പലതും മനുഷ്യരുടെ ചിരികളികൾക്കപ്പുറത്ത് അവർ മറച്ചു വെക്കുന്ന, മാനിപ്പുലേറ്റഡ് ആയിരിക്കുന്ന പലവിധമായ അജണ്ടകൾ അവർ നടപ്പിൽ വരുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. നമ്മൾ അവരുടെ തമാശകളിൽ വീണു പോകുമ്പോൾ, അവരുടെ സൽക്കാരങ്ങളിൽ വീണു പോകുമ്പോൾ, അവരുടെ കൂട്ടുകെട്ടുകൾക്കകത്ത് വീണു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല പുരോഗതിയുടെ നാളുകളും നേരങ്ങളുമൊക്കെയാണ്. അതുകൊണ്ട് എവിടെയൊക്കെയോ ആരൊക്കെയോ ചേർന്ന് നിങ്ങളെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന തങ്ങളുടെ ആ ഒരു ദുഷിച്ച പദ്ധതിക്കകത്തു നിന്നും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നിങ്ങളിത് കേൾക്കുന്നത്. വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു എന്ന് വായിക്കുന്ന വചനം കണക്കെ നിങ്ങളുടെ ജീവിതം ഇത്തരത്തിലുള്ള ചില വല്ലാത്ത കൂട്ടുകെട്ടുകൾക്കിടയിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് വിടുതൽ ചെയ്തെടുക്കുകയാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്തരത്തിലുള്ള ഒരു ദോഷ സാഹചര്യം വരാത്ത വിധം ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സുരക്ഷയെ വലുതാക്കാൻ ആഗ്രഹിക്കുന്നു. അകത്തളങ്ങളിൽ നിന്നും ഉയരുന്ന എല്ലാ തരത്തിലുള്ളതായ എതിർവാദങ്ങളുടെ ഇടയിലും നിങ്ങളുടെ നില സൂക്ഷ്മതയോടുകൂടെ നിലനിർത്താൻ തയ്യാറാക്കുക. വ്യക്തിപരമായ അതിരുകൾ ബന്ധങ്ങൾക്കിടയിൽ സൂക്ഷിക്കുവാൻ, ചുരുക്കമായി മാത്രം പറയേണ്ടത് മാത്രം പറയുവാൻ, കേൾക്കേണ്ടത് മാത്രം കേൾക്കാൻ വേണ്ടി ചെവി കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ തന്നെ ഇന്ന് ഇത്തരത്തിലുള്ളതൊരു പ്രശ്നം ഉണ്ടായെന്നുള്ളത് നിങ്ങളുടെ കയ്യിലൊരു പേഴ്സണലി നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. ഒരു സ്ഥാപനത്തിൽ ചെന്നോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് ചെന്നോ നിങ്ങൾ എന്തെല്ലാം ചെയ്തു, നിങ്ങൾ എന്തെല്ലാം കേട്ടു, ആ വക കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യാൻ തയ്യാറാകണം. ഇന്ത്യൻ ബാങ്കിൻ്റെ മാനേജിങ് പൊസിഷനിൽ ഉന്നതമായൊരു സ്ഥാനം അലങ്കരിച്ച ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു ആൻറ്റി കുറേ കാര്യങ്ങൾക്ക് പുറകിൽ ഞങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ആ സ്ത്രീ ഒത്തിരി പ്രയാസങ്ങൾക്ക് അതിജീവിച്ചാണ് അവർ ആ ഒരു വലിയ വളർച്ചയിലേക്ക് വന്നത്. അപ്പോൾ എങ്ങനെ ഇത്രത്തോളം നല്ല വിജയം നേടി എന്ന് ഞാൻ ആ മേഡവുമായി സംസാരിക്കുമ്പോൾ അവരോട്, പാസ്റ്ററെ, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. ഞാൻ ആ ഓഫീസിൽ ചെന്നാലും ഞാൻ ദൈവവചനം എൻ്റെ ബാഗിൽ കാണും, ഞാനത് വായിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് വേണ്ടി കയറുന്നത്. അവിടെ ഞാൻ കയറി ചെന്ന് എൻ്റെ സീറ്റിലിരുന്നാൽ അവിടെ ഞാൻ ചെല്ലുന്ന ആ സമയം തൊട്ട് ഞാൻ ഇറങ്ങുന്നത് വരെ ഞാൻ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് എൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു ബുക്കിനകത്ത് ഞാൻ നോട്ടീസ് ചെയ്ത് വെക്കും. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു, ഒരു വർക്ക് ഞാൻ എപ്പോൾ തുടങ്ങി, എപ്പോൾ ഞാൻ തീർത്തു, ഈ വക കാര്യങ്ങളെല്ലാം എൻ്റെ ഇത്രയും വർഷത്തെ സർവീസിൻ്റെ ഇടയിൽ എനിക്ക് കൃത്യമാംവിധം ഞാൻ ഓരോ ദിവസവും എന്തെല്ലാം ചെയ്തിരുന്നു എന്നുള്ളത് ആരെന്നോട് എപ്പോൾ ചോദിച്ചാലും കൃത്യമാംവിധം പറയത്തക്ക വിധം ഞാനത് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കൂ, എത്ര മനോഹരമായ ഒരു അച്ചടക്കം നിറഞ്ഞൊരു പദ്ധതിയാണ്. നമ്മുടെ ദൈവം ക്രമങ്ങളുടെ ദൈവമാണ്, സിസ്റ്റങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടിയും കർമ്മശേഷി വിപുലീകരിക്കേണ്ടതിന് വേണ്ടി കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ട മേഖലകൾ മറന്നുപോകാതെ പ്രയോജനപ്പെടുത്തേണ്ടതിന് വേണ്ടിയും ഓരോ മിനിറ്റിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളൊരു പ്രധാനപ്പെട്ട പദവി അലങ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുവാൻ നിങ്ങൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളെ ഒരു പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ ആലോചനകൾ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ ഇല്ലാത്ത ഒരു പുതിയ വിശാലതയിലേക്ക് ദൈവം നിങ്ങളെ നയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ വ്യക്തതയോടുകൂടി ചെയ്യാനും നിങ്ങളുടെ ആത്മീക അതോറിറ്റിയെ കൂടുതൽ പവർഫുള്ളായിട്ട് ഉയർത്തുവാനും കർത്താവ് സഹായിക്കട്ടെ. ഞാൻ തോറ്റു നിൽക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യനോട് യേശു പറഞ്ഞു, നീ പടകിൻ്റെ വലതുഭാഗത്തേക്ക് മാറ്റി ആഴത്തിൽ വലയിറക്കുക. ആ സമയത്ത് ആ ഗനസരത്ത് തടാകത്തിൻ്റെ സിസ്റ്റം വെച്ച് കടലിൻ്റെ മേൽത്തട്ടിലാണ് മീനുകളുള്ളത്. പക്ഷേ യേശു പറഞ്ഞത് അടിത്തട്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. എല്ലാവരും കാണുന്ന മേഖലകളെ അല്ല നമ്മൾ കാണേണ്ടത്, എല്ലാവരും ചെയ്യുന്നത് പോലെയല്ല നമ്മൾ ചെയ്യേണ്ടത്. വേറിട്ട രീതിയിൽ നമ്മുടേതായൊരു നയം, നമ്മുടേതായൊരു രീതി അത് വികസിപ്പിക്കാൻ നിങ്ങൾക്ക് എവിടെയും കഴിയണം. നിങ്ങളുടെ ആ ഒരു ആശയം
ഒരുപക്ഷെ നിങ്ങൾ ഇത്രയും കാലം വർക്ക് ചെയ്ത ഏതൊരു സ്ഥാപനത്തിൽ പ്രഗത്ഭന്മാരായി അവിടെ ജോലി ചെയ്തിരുന്ന ആരെക്കാളും ശ്രേഷ്ഠമായി നിങ്ങളെ അവിടെ അജയ്യരും ശ്രേഷ്ഠരുമാക്കി ഉയർത്തുന്നതിന് നിങ്ങൾ വേറിട്ടൊരു ശൈലി സ്വീകരിക്കുന്നത് നിങ്ങളെ സഹായിക്കും. യേശു നിങ്ങൾക്ക് ആലോചനകൾ പറഞ്ഞു തരുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വലിയ സംഘർഷങ്ങൾ പലയിടത്തും ഉയർന്നു വരുന്ന ഒരു സമയത്ത് നിങ്ങളോട് ദൈവം എന്ത് പറയുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചിലയിടത്ത് തുടരുക എന്നുള്ളതാണ്, വേറെ ചില സ്ഥലത്തു നിന്ന് മാറുക എന്നുള്ളതാണ്. ഞാനിവിടെ തുടരണമോ, ഞാൻ പോകണമോ കർത്താവേ, ഞാൻ മറ്റൊന്നിനു വേണ്ടി ഞാൻ മൂവ് ചെയ്യാൻ തയ്യാറാകണമോ? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കർത്താവ് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരും. ഇന്ന് ഞാൻ ഇവിടുന്ന് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ അടുത്ത ഇത്ര ദിവസത്തിനകം എനിക്ക് ഇതിനെ സംബന്ധിച്ചുള്ളതായ തെളിവുകൾ എനിക്ക് കർത്താവ് ഇന്ന വ്യക്തികളിൽ നിന്ന് കിട്ടണം, ഇന്ന മാനേജേഴ്സിൽ നിന്ന് കിട്ടണം, ഇന്ന ചെയർമാനിൽ നിന്ന് എനിക്ക് കിട്ടണം, എനിക്ക് ഞാൻ ഇന്ന കാര്യങ്ങൾക്കകത്ത് ഞാൻ അടയാളം ചോദിക്കുന്നു. ഗിദെയോൻ ദൈവത്തോട് അടയാളം ചോദിച്ചതുപോലെ അടയാളങ്ങളെ ചോദിക്കുക. ദൈവത്തിൽ നിന്ന് കൃത്യമായ ആലോചന പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് ഇറങ്ങിയാൽ കാര്യങ്ങൾ നേരെയാകും. അപ്പോൾ തന്നെ തുടരുവാൻ തക്കവിധം ആഗ്രഹിച്ചുകൊണ്ട് ദൈവം നൽകിയൊരു ജോലിയിൽ മുന്നോട്ട് പോകുവാൻ കൊതിച്ചുകൊണ്ട് നിൽക്കുന്ന, അപ്പോൾ തന്നെ പ്രവർത്തനത്തിന് ഉതകുന്ന നിലയിൽ വിശാലത ഉണ്ടാകാത്ത, സാമ്പത്തികമായി മേന്മ കിട്ടാതെ പ്രൊമോഷൻ തടയപ്പെട്ടവരായി ആഭ്യന്തരമായിരിക്കുന്ന പൊളിറ്റിക്സിനകത്തും തർക്കങ്ങൾക്കകത്തും സ്വന്തം ജീവിത വളർച്ച തകർക്കപ്പെട്ടു പോയി, ബന്ധിക്കപ്പെട്ടു പോയി കിടക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നു, ഇന്ന് കുറേ കാലങ്ങൾ കൊണ്ട് മുടിഞ്ഞുപോയി എന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ തൊഴിലിടത്തെ, നിങ്ങളുടെ നന്മയുമായി ബന്ധപ്പെട്ട മേഖലകളെ യേശു ഒറ്റയടിക്ക് നിങ്ങൾക്ക് സ്വതന്ത്രമാക്കി തരും. ഒരു വലയെറിഞ്ഞു, പിന്നീട് വലിച്ചു കെടുത്തത് ലോകത്തിൽ ഇന്ന് വരെ നടക്കാത്തൊരു വലിയ നേട്ടമായിരുന്നു. നിങ്ങൾക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ടൊരു മാറ്റം ഉണ്ടാകുമോ? എൻ്റെ ഉത്തരം യെസ് എന്നാണ്. ഇന്നൊരു ദിവസം കൊണ്ട് കാര്യങ്ങൾ നേരെയാകുമോ? എൻ്റെ ആൻസർ യെസ് എന്നാണ്. യേശു ഇടപെട്ടാൽ അതിന് കാലതാമസങ്ങളോ കാലപ്പഴക്കങ്ങളോ ഒന്നും വേണ്ട. ഈ നിമിഷം നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ വർക്കിംഗ് പ്ലേസും ഒരു അത്ഭുത രൂപാന്തരീകരണത്തിന് കർത്താവ് വിധേയമാക്കി തീർക്കും. ഞാൻ നിങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ബലവാനും ഉന്നതനുമായ സ്വർഗീയ പിതാവേ, അങ്ങ് സകലരുടെയും യജമാനനും ജീവനുള്ളതിനും ആഹാരം കൊടുക്കുന്നവനുമാണ്. അങ്ങയുടെ മഹത്വം നിറഞ്ഞ ഉന്നത നാമത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ഇതുവരെയും ഇവർ കണ്ടിട്ടില്ലാത്ത ഒരു വിജയം ഇവരുടെ തൊഴിലിടത്ത് ഇന്നു മുതൽ വെളിപ്പെടുമാറാകട്ടെ. ജോലി മേഖലയിലെ തടസ്സങ്ങൾ അഴിയട്ടെ. വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇവരെ മുഷിപ്പിക്കുന്ന, ഇവരെ എങ്ങനെയും കളയണമെന്നുള്ള തീരുമാനത്തിൽ ഇവർക്ക് നേരെ പോരാടുന്ന വ്യക്തികളുടെ മനസ്സ് യേശുവിനകത്ത് മാറിപ്പോട്ടെ. ഇവരെ ഉന്നം വെച്ചുള്ള എല്ലാ ടാർഗറ്റിംഗ് അറ്റാക്കുകളും ഇന്നത്തോടുകൂടെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പുറകെ നിന്നുള്ള ചതിപ്രയോഗങ്ങൾ യേശുവിനകത്തിൽ ഒടിഞ്ഞു പോകട്ടെ. പലതും ദോഷങ്ങളായി ചെയ്തിട്ട് ഇവരുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്ലാനുകൾ കർത്താവാം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അത് വെളിച്ചത്ത് വരട്ടെ. അവരുടെ ചതി അവരോടുകൂടെ പിടിക്കപ്പെടട്ടെ. അങ്ങയുടെ മക്കൾ സ്വതന്ത്രരായി തീരട്ടെ. ഇന്ന് പകൽ ഇവർ ഓഫീസിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ, ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ, വർക്കിംഗ് പ്ലേസ് എവിടെയായാലും ഏത് തൊഴിലായാലും അവിടെ ഇവർ ചെല്ലുമ്പോൾ ഇന്ന് വരെ ഇവർക്ക് കിട്ടാത്ത ഒരു ഫേവർ ദൈവം തുറക്കുന്നതിനായിട്ട് സ്തോത്രം. ഇവരുടെ പേരും പെരുമയും അഡ്രസ്സ് ചെയ്യുന്ന നിലയിൽ, ഇവർക്ക് കയ്യടി കിട്ടുന്ന നിലയിൽ, ഇവർക്ക് ബോണസുകളും ഇൻക്രിമെൻറ്റുകളും ഡെവലപ്പ് ചെയ്യപ്പെടുന്ന നിലയിൽ ദൈവാത്മാവിൻ്റെ ഇടപെടൽ ഇവർക്ക് വേണ്ടി അനുകൂലമായി വർക്കിംഗ് സ്ഥലങ്ങളിൽ ഉണ്ടാകട്ടെ. എൻ്റെ കർത്താവേ, നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും എന്ന് അങ്ങയുടെ വചനം പറയുന്നു. എന്നാൽ കഷ്ടപ്പെടുന്നു, ഒന്നും കിട്ടുന്നില്ല. ഈ അവസ്ഥ പത്രോസിൻ്റെ പടകിൽ വന്ന് യേശു മാറ്റിയതുപോലെ ഇന്ന് പകൽ കർത്താവിൻ്റെ ഇടപെടലിനാൽ ഇവരുടെ ജീവിത മേഖലയിൽ ഗണ്യമായ മാറ്റവും പുരോഗതിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നസ്രനാം യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇത് വലിയൊരു വിടുതലിനും വിജയത്തിനും കാരണമാക്കിയതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്തെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാൾ, അതായത് IMA ഹാളിൽ, ബസേലിയസ് കോളേജിൻ്റെ അവിടെ നിന്ന് DC ബുക്സിലേക്ക് പോകുന്ന വഴിയിലുള്ള IMA ഹാളിൽ നമ്മളുടെ സഭയായ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നു. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും രാവിലെ 9:30 മുതൽ നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവപിതാവിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.